പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വനിതാ സംവരണം നടപ്പാക്കിക്കൊണ്ട് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. നോക്കൂ, 50% സീറ്റുകളാണ് നിയമസഭയിലും അതുപോലെ തന്നെ പാർലമെന്റിലും വർദ്ധിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ലോക്സഭയുടെ എണ്ണം എന്ന് പറയുന്നത്, അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 850 മാറാൻ പോകുന്നു. 543 നിലവിലെ അംഗബലം എന്ന് പറയുന്നത്. അത് 307 കൂടി വർദ്ധിച്ച് ഏതാണ്ട് 850 സീറ്റുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ 307 സീറ്റുകൾ എവിടെയൊക്കെയാണ് വർദ്ധിക്കാൻ പോകുന്നത്? അതിൽ 237 സീറ്റും വർദ്ധിക്കാൻ പോകുന്നത് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് കേട്ടോ. തെക്കേ ഇന്ത്യയിൽ കേവലം 70 സീറ്റുകൾ മാത്രമേ വർദ്ധിക്കുകയുള്ളൂ. എന്താ സംഭവിക്കാൻ പോകുന്നത്? 650 സീറ്റുകൾ, അതായത് വടക്കേ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി ഉണ്ടാകും. വെറും 200 സീറ്റുകൾ മാത്രമേ തെക്കേ ഇന്ത്യയിൽ 5 സംസ്ഥാനങ്ങളിലായി ഉണ്ടാകുകയുള്ളൂ. 426 സീറ്റുകൾ വേണം കേവല ഭൂരിപക്ഷത്തിന്. അതായത് വടക്കേ ഇന്ത്യയിൽ 650 സീറ്റുകളിൽ നിന്ന് 426 സീറ്റുകൾ നേടുക എന്ന് പറയുന്നത് ഒരു മുന്നണിയെ സംബന്ധിച്ച്, ഒരു പാർട്ടിയെ സംബന്ധിച്ച് അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. അവർക്കിനി തെക്കേ ഇന്ത്യയിലേക്ക് നോക്കുകയേ വേണ്ട എന്നുള്ളതാണ് പ്രശ്നം. അതായത് ഈ രാജ്യത്തൊരു സന്തുലിതാവസ്ഥ